വലിയേട്ടാ സത്യം പറഞ്ഞാൽ ഈ യാത്ര കുറച്ച് വൈകിപ്പോയി. നമ്മൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ളതായിരുന്നു. എല്ലാം കൂടി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അതിശക്തമായിട്ട് നമുക്ക് ഈ യാത്ര തടയണം മുന്നേ. അല്ല നമ്മൾ എന്തിനാണ് നടക്കുന്നത്? നമുക്ക് പോകാനുള്ള വണ്ടി എവിടെ? അല്ലെ വണ്ടി പുറത്തുണ്ട് വലിയേട്ടാ, ഇതിനകത്തോട്ട് കയറില്ല. കേറില്ലെന്നാ? ഇല്ല, ഈ മതിലും ഗേറ്റും ഒക്കെ ഉള്ളതുകൊണ്ടേ വണ്ടി കയറില്ല. എന്താ മന്മത, നമ്മളൊരു യാത്ര പോണതല്ലേ, അപ്പൊ അതിന് തടസ്സം വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോ ആ മതിൽ ഇടിച്ചു പൊളിച്ച് ഗേറ്റ് വലുതാക്കി വെക്കണ്ടേ? മതിലും ഗേറ്റും മാറ്റിയാലും നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അത് പ്രശ്നമാണ്. KSEB വിളിച്ചു പറഞ്ഞു ഉടനെ ട്രാൻസ്ഫോമർ മാറ്റണം. ഇനി ഒരു യാത്ര പോകുമ്പോ തടസ്സങ്ങൾ ഉണ്ടാവരുത്. രാഘവ, അതിന് വേണ്ട ഏർപ്പാടുകളെ ഇപ്പൊ തന്നെ വിളിച്ചു. ഇത് കുടുംബയാത്രയല്ല, കുടുംബം നശിപ്പിക്കാനുള്ള യാത്ര. അതെ, മാറിക്കങ്ങോട്ട്. എന്നാ പോയി കയറി, വണ്ടി ഇവിടെ നിന്ന് പോകത്തില്ല കേട്ടോ, അത് മനസ്സിലായി. കുടുംബക്കാരൊക്കെ ഒന്ന് കാണണം. നീ ഇന്നലെ പറഞ്ഞതല്ലോ കണ്ടോ, ഇതുവരെ ഇല്ലാത്ത കുടുംബസ്നേഹം അവൾക്ക് തുടങ്ങിയത് കണ്ടോ. കുടുംബ സുഹൃത്ത് കട്ടായം. കട്ടായം 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 കട്ടായം. മതി, വേണ്ട, അരക്കൊല്ല കഷായം തരേണ്ടി വരും. ഈ കുടുംബക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ വണ്ടിക്കകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. ഈ വണ്ടിക്കകത്ത് നമ്മുടെ കാശ്മീരിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല തണുപ്പുണ്ട്, AC. അങ്ങനത്തെ AC ആണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് സിനിമ കാണാൻ തിയേറ്റർ സെറ്റപ്പിലുള്ള സിനിമ സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒന്നിനും രണ്ടിനും, അതായത് കക്കൂസും കുളിമുറിയും എല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണിത് കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാരും ആയില്ലേ? കട്ടായം 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 കട്ടായം. കുടുംബ സുഹൃത്ത് കട്ടായം. കുടുംബ സുഹൃത്ത് കട്ടായം. കട്ടായം കട്ടായം കാഷ്ടായം കട്ടായം. കാഷ്ടായം കട്ടായം കട്ടായം. അവരെ പിടിച്ച് പുറത്താക്കി. കുടുംബ സുഹൃത്ത് കട്ടായം. കുടുംബ സുഹൃത്ത് കട്ടായം. കട്ടായം കട്ടായം കുടുംബ സുഹൃത്ത് കട്ടായം. കുടുംബ സുഹൃത്ത് കട്ടായം. ഈ സന്ദേശയാത്ര അവസാനിപ്പിക്കുക. ഈ സന്ദേശയാത്ര അവസാനിപ്പിക്കുക. എന്താണ് ശീതളേട്ടാ ഇത്? നമ്മളൊരു നല്ല കാര്യത്തിന് പോവില്ല, അപ്പൊ ഇങ്ങനെ വഴി തടസ്സം നിൽക്കല്ലേ? നമ്മുടെ കുടുംബത്തിലെ വയ്യാത്തവരെയും ബുദ്ധിമുട്ടുന്നവരെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നല്ലേ നമ്മള്. എടാ, നിന്റെയൊക്കെ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഓടുപുരക്കൽ തറവാടിന്റെ ഓട് വരെ ഊരി വെക്കേണ്ട വരും. കഴുത ഉണ്ണിയുടെ ശവത്തൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ഓടുപുരക്കൽ കുടുംബമേ, നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ പതിയാളാവുന്നു. കിടക്കട ഉണ്ണി, ധൈര്യമുള്ളവന്മാർ ഇങ്ങോട്ട് വരട്ടെ. അതെ, ഇവര് പോകുന്നു. ഞാൻ ഒരു കാര്യം പറയാം, വേണ്ട ആവശ്യം ഉണ്ണി. എടാ, നീ ഒന്നും പറയണ്ട, വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. കേട്ടടവന്റെ നെഞ്ചത്ത് കൂടെ ശീതളേട്ടാ, എന്താ? ഞാൻ ഒരു കാര്യം പറയാം. എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണത്? നിങ്ങളാണ് ഈ കുടുംബം ദൂർത്തടിച്ചിട്ട് യാത്ര പോവണ്ട. അതെ ശീതളേട്ടാ, ഞാൻ പറയട്ടെ. നമ്മുടെ ഇപ്പൊ ഈ കുടുംബത്തോടെ സന്തോഷത്തോടെ ഈ യാത്ര പോയിട്ട് വരുമ്പോ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാവും. അതെങ്ങനെ? നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ അടുത്തടുത്തിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം മിണ്ടിയും പറഞ്ഞും സ്നേഹം പങ്കിട്ടും അല്ല ഇതൊക്കെ കഴിച്ചും എടുത്തും ഒക്കെ വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു സ്നേഹം ഉണ്ടാവൂലേ? അപ്പൊ ഇപ്പൊ നിലവിൽ സ്നേഹമില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മക്കൊണ്ട് ശീതളേട്ടാ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ വണ്ടി കയറി വാ. കേറൂല. പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? വല്യേട്ടനെ ധിക്കരിച്ചിട്ട് ഈ യാത്ര തടസ്സപ്പെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വണ്ടി രണ്ടിന്റെ നെഞ്ചത്തൂടെ കയറ്റിയിറക്കി യാത്ര പോവും. അറിയാലോ വല്യേട്ടന്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ യാത്ര ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും വരും. നിങ്ങൾ ഈ യാത്രയിൽ എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെ ചർച്ചയാണ് ചെയ്യുന്നത്, എന്തൊക്കെ സ്നേഹമാണ് പങ്കുവെക്കുന്നത്, എന്തൊക്കെയാണ് കഴിക്കുന്നത് വരെ ഞങ്ങളും വരും. എന്നാ മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറും. കേരള ഉണ്ണി, ഞങ്ങളോടാ കളി. വെറുതെ വണ്ടി കയറ്റി കളിക്കുന്നതിന് മണപ്പിക്കാലോ, ഛർദിക്കും. എടാ കഴുതേ, ഒന്ന് ഛർദിയിൽ കയറി. മറിമായം